വിവാദങ്ങൾക്കൊടുവിൽ നിർണായക UDF യോഗം ഇന്ന് ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബോർഡ് കോർപ്പറേഷൻ പദവികളുടെ വിഭജനമാണ് യോഗത്തിലെ മുഖ്യ അജണ്ട. പക്ഷേ അജണ്ട ഇതൊക്കെയാണെങ്കിൽ പോലും UDF സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വിവാദങ്ങളെല്ലാം വലിയ വിമർശനമായി ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഈ യോഗം ഇത്രയും വൈകാൻ കാരണം തന്നെ മുഖ്യമന്ത്രി ഈ വിമർശനം വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സമയം അനുവദിക്കാത്തതിന്റെ പേരിലാണ് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുകയാണ്. അത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്, PM ശ്രീ, ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അപ്പോൾ അങ്ങനെ വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുമുണ്ട് VD സതീശനെതിരെ. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് UDF യോഗത്തിലെ അജണ്ടകൾ, വിമർശനം ഉയരാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. നൃപൻ, ഗുഡ് മോർണിംഗ്. വലിയ തർക്കങ്ങൾ, വലിയ കാത്തിരിപ്പുകൾക്കൊക്കെ ഒടുവിൽ UDF യോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് വൈകിയിരിക്കുന്നു. മുഖ്യമന്ത്രി സമയം അനുവദിക്കാത്തതാണ് യോഗം ചേരാതിരിക്കാനുള്ള കാരണം. എന്തുകൊണ്ട് സമയം അനുവദിക്കാതിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ നടപടികൾക്കെതിരെ വലിയ അമർഷം കോൺഗ്രസിനുള്ളിലും UDFിനുള്ളിലും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് വിമർശനമായി ഉയരാനുള്ള സാധ്യതയുണ്ടോ? ആദ്യം മനു, വെരി ഗുഡ് മോർണിംഗ്. മനു നേരത്തെ മുഖവരിയായി പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങൾ. UDFിൻ്റെ യോഗം സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ മാസത്തിലേക്ക് പോകുമ്പോഴും UDFിൻ്റെ യോഗം ഇതുവരെ ചേരാൻ കഴിഞ്ഞില്ല. അതിന് കാരണമെന്ന് പറയുന്നത് UDFിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹം തീയതി നൽകിയില്ല എന്ന് UDFിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് തന്നെ പരസ്യമായി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള തിരക്കുകളായിരുന്നു. അതുകൊണ്ടാണ് യോഗം ചേരാനുള്ള തീയതി മുഖ്യമന്ത്രി അനുവദിക്കാത്തതെന്ന് അടൂർ പ്രകാശ് പരോക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി വ്യക്തമാക്കിയതാണ്. ഇത് അടൂർ പ്രകാശിൻ്റെ മാത്രം അതൃപ്തിയല്ല, പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കെല്ലാം സമാനമായ അഭിപ്രായമുണ്ട്. കാരണം മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പല കാര്യങ്ങളിലും നിയമസഭയ്ക്കകത്തും പുറത്തും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിൽ നയപരമായി എടുക്കേണ്ട UDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായി പല പ്രഖ്യാപനങ്ങളും ഉണ്ടായി. അങ്ങനെയാണ് മുൻ KPCC അധ്യക്ഷൻ VS സുധീരനും KSUവും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ KPCC ജനറൽ സെക്രട്ടറിമാരൊക്കെ തന്നെ പരസ്യമായ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ 2.5 മാസത്തോളം സർക്കാർ അധികാരത്തിലെത്തി ആദ്യ മന്ത്രിസഭ രൂപീകരണത്തിന് മുൻപ് ചേർന്ന UDF യോഗത്തിന് ശേഷം ഇതുവരെ UDF യോഗം ചേർന്നിരുന്നില്ല. അങ്ങനെ UDFിൻ്റെ യോഗം ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ വെച്ച് യോഗം ചേരുന്നത്. അജണ്ടയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ബോർഡ് കോർപ്പറേഷൻ പദവികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക, പദവികൾ വിഭജിക്കുക എന്നതാണ്. ഒപ്പം തന്നെ വിവാദ വിഷയങ്ങൾ, ഒന്ന് PM ശ്രീയാണ്, മറ്റൊന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കേണ്ട നയപരമായ കാര്യമാണ്. ഒപ്പമാണ് അതിനുശേഷം വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അത് വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദം, പ്ലീഡർമാരുടെ വിവാദം, ഒപ്പം തന്നെ മന്ത്രിമാരറിയാതെ ഈ ചീഫ് സെക്രട്ടറിമാരെ അടക്കം, വകുപ്പ് സെക്രട്ടറിമാരെ അടക്കം മാറ്റിയ സംഭവം, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴാണ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള M ലിജു പോലും അതറിഞ്ഞത്. അവസാനം എക്സൈസ് കമ്മീഷണറെ ഈ നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തി എന്താണ് സംഭവം, നികുതി ഇളവുമായി വരുമ്പോൾ എങ്ങനെയാണ് സർക്കാരിന് വരുന്ന ധനനഷ്ടം, എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് നിയമസഭയിൽ എന്തെങ്കിലും കാരണവശാൽ പ്രതിപക്ഷം ചോദിച്ചാൽ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് മറുപടി പറയാൻ വേണ്ടി കമ്മീഷണറെ അദ്ദേഹം വിളിച്ചു വരുത്തി കാര്യങ്ങൾ സഭ ചേരുന്നതിന് 9 മണിക്ക് സഭ ചേരുന്നതിന് മുമ്പ് 8:30 മണിക്ക് M ലിജു അവിടേക്ക് വിളിച്ചു വരുത്തി എക്സൈസ് കമ്മീഷണറോട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ഒരു അവസ്ഥ വകുപ്പ് മന്ത്രിക്കടക്കമുണ്ടായി. അങ്ങനെ വിവാദ വിഷയങ്ങൾ നിരവധിയുണ്ട്. ആ വിവാദ വിഷയങ്ങളെല്ലാം ഇന്ന് UDF യോഗത്തിന് വരുമെന്ന കാര്യം ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാബിനറ്റ് റാങ്കുള്ള പദവികൾക്ക് വേണ്ടി ഒരു നിര നേതാക്കൾ, ലീഗ് ജോസഫ്, മാണി സി കാപ്പൻ, ഒപ്പം തന്നെ G ദേവരാജൻ, അങ്ങനെയുള്ള ഒരു നിര നേതാക്കൾ കാത്തിരിപ്പുണ്ട്. ഒന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ, അതിനുവേണ്ടിയുള്ള തർക്കം 2 നേതാക്കൾ തമ്മിലാണ്. ഒന്ന് ലീഗ് ഇത് അവകാശവാദം ഉന്നയിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിലെ പ്രധാനപ്പെട്ട MK മുനീറിനെ മാറ്റി നിർത്തിയിരുന്നു. അദ്ദേഹത്തിന് നൽകിയ ഉറപ്പ് ക്യാബിനറ്റ് റാങ്കുള്ളൊരു പദവി സർക്കാർ അധികാരത്തിൽ വന്നാൽ നൽകുമെന്നാണ്. അത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയാണ്. അതേ പദവി ആഗ്രഹിക്കുന്നത് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവ്, അതിൻ്റെ ലീഡറായിട്ടുള്ള ചെയർമാനായിട്ടുള്ള PJ ജോസഫാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല, ഏറ്റവും മുതിർന്ന നേതാവാണ്. മാത്രമല്ല മന്ത്രിസഭാ രൂപീകരണത്തിൽ 1-ലധികം മന്ത്രിമാർ ജോസഫ് വിഭാഗം ചോദിച്ചിരുന്നു, അത് നൽകിയിരുന്നില്ല. മറിച്ച് നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയാണ്. അത് 2 നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നു. മറ്റൊന്ന് വയോജന കമ്മീഷൻ ചെയർമാനാണ്, അത് ആർക്ക് നൽകുമെന്ന കാര്യത്തിൽ തർക്കം തുടരുന്നുണ്ട്. ഇതിൽ ജോസഫ് വിഭാഗത്തിന് നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി വയോജന കമ്മീഷൻ ചെയർമാൻ പദവി PJ ജോസഫിലേക്കും. PJ ജോസഫിനാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ലഭിക്കുകയാണെങ്കിൽ അത് മുനീറിന് ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ തർക്കം ലീഗും PJ ജോസഫും തമ്മിൽ ഉപേക്ഷിച്ച് ചർച്ചയിൽ പരിഹരിച്ചാൽ മാത്രമേ അത് ആ കാര്യത്തിൽ ധാരണയുള്ളൂ. മറ്റൊന്ന് നോർക്കയുടെ വൈസ് ചെയർമാൻ പദവിയാണ്, അതാണ് മാണി സി കാപ്പൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ദില്ലിയിലുള്ള പ്രത്യേക പ്രതിനിധിയുടെ പദവി
ദേവരാജൻ, അതായത് ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ പദവികൾ, ഒപ്പമാണ് പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ പദവികളുണ്ട്. അതിൽ ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന അഭിപ്രായം ലീഗും പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊരു പ്രശ്നം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ കാലത്തിനേക്കാൾ കൂടുതൽ ബോർഡുകളും കോർപ്പറേഷനുകളും വന്നിട്ടുണ്ട്. ആ പുതിയ പദവികൾ ആർക്ക് നൽകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് UDF ഉണ്ടായിരുന്ന KM മാണി, അതായത് മാണി കോൺഗ്രസ് ഇപ്പോൾ UDFനൊപ്പമല്ല, അവർ വഹിച്ചിരുന്ന നിരവധി പദവികളുണ്ട്. അത് ആർക്കെല്ലാം പങ്കുവെക്കുമെന്നതാണ്. ഈ പഴയതുപോലെയല്ല. കോൺഗ്രസ് അന്ന് 72 സീറ്റോടുകൂടിയാണ് UDF അന്ന് അധികാരത്തിൽ വന്നത്. അന്ന് കോൺഗ്രസിന് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസിന് വലിയ സീറ്റ് വർധന ഉണ്ടായിട്ടുണ്ട്. UDFന് 102 സീറ്റിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ പദവികൾ ഏറ്റെടുക്കാനുള്ള താല്പര്യം കാണിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ലീഗ്, പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗ്, നേരത്തെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിൽ തന്നെ തർക്കം നിലനിൽക്കുന്ന ഘടകകക്ഷികളിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് PJ ജോസഫ്, ഒന്ന് മാണി സി കാപ്പൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളുണ്ട്. ഒന്ന് RSP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥയല്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടത് അവസ്ഥയല്ല. ഇപ്പോൾ അവർക്ക് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരടക്കം പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒപ്പം തന്നെ നയപരമായ കാര്യങ്ങളാണ്. അത് നേരത്തെ മുഖവരയായി പറഞ്ഞ കാര്യമാണ്. നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. അത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയാകട്ടെ, PM-ശ്രീ പദ്ധതിയാകട്ടെ, ഒപ്പം തന്നെയാണ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ നിക്ഷേപത്തെ സംബന്ധിച്ച് VS സുധീരനടക്കം ഉയർത്തിയ പ്രശ്നങ്ങൾ, ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നം, കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്ലീഡർമാരുടെ നിയമനം, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക എന്നതാണ്. ഒപ്പമാണ് ഈ സർക്കാർ മുന്നണി ഏകോപനം സാധ്യമാക്കുന്നതിന് വേണ്ടി, നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കണമെന്ന അഭിപ്രായം UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം എന്തായിരിക്കും? ബോർഡ് കോർപ്പറേഷൻ തർക്കവുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശവാദം എന്തായിരിക്കും? അങ്ങനെ തർക്കം മുറുകയാണെങ്കിൽ ഇന്നത്തെ UDF യോഗത്തിൽ തന്നെ അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. ഉഭയകക്ഷി ചർച്ചകൾ വീണ്ടും തുടരും. അതിനുശേഷമായിരിക്കും ബോർഡ് കോർപ്പറേഷൻ വിഭജനവും ഒപ്പം തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള പദവികൾ തമ്മിലുള്ള തർക്കവും പരിഹരിക്കപ്പെടുക. മനു, ശരി, നമുക്ക് നോക്കാം ആ യോഗം എങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു ധൃബൻ. ധൃബനാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന എന്ത് തീരുമാനങ്ങൾ വന്നാലും മുഖ്യമന്ത്രിയുടെ സ്വന്തം നിലയ്ക്ക് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ആ ഈഗോ വിട്ടൊന്നും VD സതീശൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നാലും മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അത് അങ്ങനെ തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. കാരണം UDFനൊക്കെ ഒരു വിലയും കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി എന്നതാണ് ഇപ്പോൾ VD സതീശനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത്, ആക്ഷേപമെന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഈ യോഗമൊക്കെ ചേർന്ന് എന്തെങ്കിലും തീരുമാനമെടുത്ത് അതിനനുസരിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരുടെ മുന്നണിക്ക് വിധേയനായി മുന്നോട്ട് പോകുമോ എന്ന് നോക്കാം. അതോ ഇനിയും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വകുപ്പ് മന്ത്രിമാർ അറിയുകയുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഞാനത് പറയാൻ കാരണം വേറൊന്നുമല്ല, എക്സൈസ് വകുപ്പ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ച കാര്യം അറിയുന്നത് അന്ന് നിയമസഭ ചേരുന്നതിന് തൊട്ട് മുൻപാണ്. 9 മണിക്ക് നിയമസഭ ചേരുകയാണെങ്കിൽ 8:30-ക്കാണ് ലിജു ഇക്കാര്യം അറിയുന്നത്. അന്തം വിട്ട് നിൽക്കുകയാണ് കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു അത്രേ. ഇത് എങ്ങനെ കുറച്ചു, ആര് കുറച്ചു എന്നൊരു ധാരണയുമില്ല. അപ്പോഴാണ് അറിയുന്നത് മുഖ്യമന്ത്രിയാണ് കുറച്ചിരിക്കുന്നത് എന്ന് അറിയുന്നത്. ഓർത്തു നോക്കൂ ഒരു വകുപ്പ് മന്ത്രിയുടെ അവസ്ഥ എന്താണെന്ന്. ഇതൊക്കെയാണ് UDFിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.